ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് പൊറോട്ട വെച്ചൊരു ഇലയപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ ചിരകിയത് നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ അവില്, പിന്നെ അതിന് ആവശ്യമായിട്ട് പൊറോട്ട നമ്മളിവിടെ 5 എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര പേരുണ്ടാക്കുന്നു അല്ലെങ്കിൽ എത്ര പൊറോട്ട ആവശ്യമാണോ അതിനനുസരിച്ചുള്ള പൊറോട്ട എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ശർക്കര ആവശ്യമാണ്. ശർക്കര നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോതമ്പിന് പകരം മൈദ. നമുക്ക് ഞങ്ങൾ പൊരിയണ ഇലയാണ് എടുത്തിരിക്കുന്നത്. പൊരിയലിലേക്ക് വാഴ ഇലയെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഫില്ലിങ് മിക്സ് ചെയ്യാനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പൊറോട്ട ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അതൊന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് അവില് ഇട്ട് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. അവില് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് തേങ്ങയിട്ട് അതിന് ശർക്കരയിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ രൂപത്തിലേക്ക് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് അടുത്ത് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. മാവ് നമ്മൾ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 4 കപ്പ് വെള്ളം ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 4 കപ്പ് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നല്ല ചപ്പാത്തി കുഴയ്ക്കും പോലെയല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി ലൂസാക്കി നമ്മൾ കുഴച്ച് എടുക്കാം. ചപ്പാത്തിമാവ് പോലെ കുഴയ്ക്കാതെ നമ്മൾ ലൂസായിട്ട് കുഴച്ച് ഈ രൂപത്തിൽ കുറച്ച് കട്ടിയാകാതെ കൂടുതൽ വെള്ളമാവാത്ത രീതിയിലുള്ള പരുവത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് നമ്മളെ ഇലയിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് നമുക്ക് അതിന് ഫില്ല് ചെയ്ത് നിറച്ച് എടുക്കാവുന്നതാണ്. അതിനെ നമുക്ക് മടക്കി നമുക്ക് എങ്ങനത്തെ മടക്കാവോ അത് നമുക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇങ്ങനെ മടക്കി എടുക്കുക. അതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളെല്ലാം ഫില്ല് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആവിയിൽ വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. അത് നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ച് ആവി ഏറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയപ്പം ഓരോന്നായിട്ട് വെച്ച് ആവി കയറ്റി എടുക്കാം. ഇനി നമുക്ക് അതിനെ മൂടിയിട്ട് അതൊരു 30 അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പം നല്ല ആവി കയറി എല്ലാം നല്ല കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇലയപ്പം, പൊറോട്ട ഇലയപ്പം.